യോഗാധ്യക്ഷൻ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ അവർകൾ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം നമ്മുടെ ഗ്രന്ഥകർത്താവ് INTUC നേതാവുമായ ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നത്. നമ്മുടെ INTUC-യുടെ നേതാവ് ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത കാലത്തായിട്ടുള്ള ഒരു പരിചയം. ഈ പരിചയം വളരെ നേരത്തെ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം മോട്ടോർ ഫെയർവേസ് കമ്മിറ്റിയുടെ മെമ്പറായി മലാലപ്പുഴ ജ്യോതിഷ് കുമാറിനോടൊപ്പം ഞാനും ഈ കമ്മിറ്റി കഴിഞ്ഞ ഒരു വർഷമായി അംഗമായിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, അതിൻ്റെ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇടപെടുന്നതിനെ സംബന്ധിച്ച് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ ആ ഉണ്ടാകുന്ന വേളകളിലൊക്കെ ഒരു മധ്യസ്ഥൻ്റെ റോളിലാണ് ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു തൊഴിലാളി നേതാവെന്ന് മാത്രമല്ല, സൗമ്യനായ ഒരു തൊഴിലാളി നേതാവാണ്. തൊഴിലാളികളെക്കുറിച്ച് വലിയ അപഗാഢമായ അറിവുള്ള, ബോധ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മലാലപ്പുഴ ജ്യോതിഷ് കുമാർ എന്ന് പറയുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. നേരത്തെ ഈ പുസ്തകം പരിചയപ്പെടുത്തിയതും അതുപോലെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടമാണ്. തൊഴിലാളി എന്ന് പറയുന്നതിന് പോലും ഭരണാധികാരികൾ വളരെ അറപ്പുണ്ടാക്കുന്ന ഒരു കാലഘട്ടം, തൊഴിലാളികളെ പേടിക്കുന്നൊരു കാലഘട്ടം. ഈ രാജ്യത്തിൻ്റെ വികസനം മുഴുവനും അതിന് തടസ്സം നിൽക്കുന്നത് തൊഴിലാളിയാണ് എന്നൊരു മനോഭാവത്തോടു കൂടി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഒരു കൂസലുമില്ലാതെ ഭരണാധികാരി വർഗം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. 29 തൊഴിൽ നിയമങ്ങൾ, പാവപ്പെട്ട തൊഴിലാളികൾ, അതുപോലെ സംഘടിത പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വലിയ പോരാട്ടം നടത്തി നേടിയെടുത്ത അവകാശങ്ങളാണ്. 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളാക്കി, ആ ലേബർ കോഡുകളാക്കിക്കൊണ്ട് തൊഴിലാളികളെ അടിമകളാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്. ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഈ പുസ്തകം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു പഴയ കാലത്തേക്ക് പോകേണ്ടി വരും, സംശയവുമില്ല. UTUC-യെ സംബന്ധിച്ച് വലിയ സമര ചരിത്രമുള്ളൊരു സ്ഥലമാണ് കൊല്ലം. മിനറൽസ് കമ്പനിയിലും കശുവണ്ടി മേഖലയിലും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സഖാവ് ശ്രീകണ്ഠൻ നായരും TK ദിവാകരനും സഖാവ് RS ഉണ്ണിയും നടത്തിയ പോരാട്ടം. സഖാവ് TK ദിവാകരൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 4ാം ക്ലാസ് വരെ മാത്രമായിരുന്നു അദ്ദേഹം പഠിച്ചത്. പക്ഷേ കശുവണ്ടി തൊഴിലാളികളുടെ അവാർഡ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി TK കോടതിയിൽ, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ കോടതിയിൽ പോയി TK അവാർഡ് വാങ്ങി. അത് ഇന്നും കശുവണ്ടി തൊഴിലാളിയുടെ മഗ്ന കാർട്ടയാണ്. അങ്ങനെ വലിയ ചരിത്രം. അതുപോലും ഈ പുസ്തകത്തിൽ ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ ആ സമരചരിത്രങ്ങളെ ഇത് പരാമർശിച്ചു എന്ന് പറയുമ്പോൾ എന്നെ ഏറെ അതിശയപ്പെടുത്തുന്നു. തീർച്ചയായും തൊഴിലാളികളെ സംബന്ധിച്ച്, തൊഴിലാളികളെ നേതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്, അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് ഇത് എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. തീർച്ചയായും ഇത് എഴുതാൻ, ഇത് പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത ശ്രീ മലാലപ്പുഴ ജ്യോതിഷ് കുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൗമ്യനായ ഒരു തൊഴിലാളി നേതാവ്, മാന്യനായ ഒരു തൊഴിലാളി നേതാവ്, ഡിസ്പ്യൂട്ടില്ലാതെ അൺഡിസ്പ്യൂട്ടായി കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുന്ന പരിണതപ്രജ്ഞനായ തൊഴിലാളി നേതാവ്. തീർച്ചയായും ഇത്രയധികം റിസ്ക് എടുത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ, ഇത് പുസ്തകം രചിക്കുന്നതിൽ വലിയ മുൻകൈ എടുത്തതിൽ
ശ്രീ മലയാളപ്പുഴ ജ്യോതിഷ് കുമാറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.